നമസ്കാരം. വെടിക്കെട്ടുകാരനെ ഉടുക്ക് കൂട്ടി പേടിപ്പിക്കാൻ നിൽക്കരുത്. ഒരു പഴയ പ്രയോഗമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഭീഷണി എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രയോഗം ഓർമ്മ വന്നത്. അതായത് ട്രംപിന്റെ ഭീഷണി ഇങ്ങനെയാണ്: ആയത്തുള്ള അലി ഖംനായെ കൊന്നുകളയും, അദ്ദേഹത്തിന്റെ മകനെ കൊന്നുകളയും. ശേഷം ആരെങ്കിലും പിൻഗാമിയായി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ഖംനായുടെ പിൻഗാമിയായി വരാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ കൊന്നുകളയും. മരണശേഷമാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയെയാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. ട്രംപിനൊരു പക്ഷെ ഭരണഭയം ഉണ്ടായേക്കാം. എന്തായാലും ആയത്തുള്ള അലി ഖംനായ്ക്ക് അത്തരത്തിലൊരു ഭയമില്ല. എത്ര കാലം ജീവിച്ചിരിക്കുമെന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഉറപ്പുമില്ല. ജീവിച്ചിരിക്കണം എന്ന് നിർബന്ധവുമില്ല. അമേരിക്കയുമായി യുദ്ധം ചെയ്താൽ, ശത്രുവുമായി യുദ്ധം ചെയ്ത് ഏതെങ്കിലും ഒരു ഇറാനി രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള സൈനികൻ രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ അതിലപ്പുറം വലിയ പ്രാധാന്യമൊന്നും ഖംനായ്ക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് വന്യവയോധികനായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായി. ആ മനുഷ്യനെയാണ് ട്രംപ് ഭീഷണിപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ചില ആളുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് കൈയൊക്കെ വിറച്ച് എന്താണ് ട്രംപ് യുദ്ധം ചെയ്യാത്ത, വല്ലതും നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ആളുകളോട് നിങ്ങൾ കാര്യമായൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ യുദ്ധം അത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കും. യുദ്ധം നടക്കുകയാണെങ്കിൽ, അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന സൈനിക നടപടി, അതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക നടപടി കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇറാൻ ഓരോ ഭാഗത്തവർ പരാജയപ്പെട്ടു വീണാലും ജീവനോടെ നിൽക്കുന്ന ഇറാന്റെ പോരാളികൾ അത് അമേരിക്കയെ വെട്ടിലാക്കും, വെള്ളം കുടിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്തരത്തിലുള്ള ചില തന്ത്രങ്ങളാണ് ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് നിന്നാൽ പോലും തൽക്കാലം ഇറാനെ പെട്ടെന്നൊന്നും പരാജയപ്പെടുത്താൻ കഴിയില്ല. എന്തായാലും ട്രംപ് ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ മുഴക്കുമ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വലിയ നിരാശയിലാണ്. കോടികളാണ് അമേരിക്കക്ക് നഷ്ടമായിരിക്കുന്നത്. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ, അതുപോലെ തന്നെ USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന പടക്കപ്പൽ, ഇതൊക്കെ ഇവിടെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയും പ്രതിരോധിക്കുന്നതിനു വേണ്ടിയും ഒക്കെ കൊണ്ടുവന്നതിന്റെ ഭാഗമായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പടക്കപ്പലുകളൊക്കെ ഇനി ഇറാനെ ആക്രമിക്കാതെ തിരിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ നാണക്കേടാണ്. ഈ നഷ്ടമൊക്കെ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടുമുണ്ട്. എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല. ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലപാടിൽ വെള്ളം ചേർക്കാൻ അവർ തയ്യാറല്ല. എന്തായാലും ട്രംപ് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇക്കാര്യം തുറന്നു പറയുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഭീഷണികളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഒക്കെ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ആയത്തുള്ള അലി ഖംനായി അധികമൊന്നും സംസാരിക്കാറില്ല. എന്നാൽ സംസാരിക്കുന്നത് വളരെ ഷാർപ്പായി പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. കൊള്ളാനുള്ളവർക്ക് അത് കൊള്ളുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുടെ പടക്കപ്പലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഒക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശമുണ്ടാക്കാനൊക്കെ അവർക്ക് കഴിയും. പക്ഷേ ഈ പടക്കപ്പലുകളെ മുക്കിക്കളയാനുള്ള ശേഷി ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഇവിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ നാവികാഭ്യാസം ഉണ്ടായി. ഈ നാവികാഭ്യാസത്തിൽ റഷ്യയും ചൈനയും ഒക്കെ പങ്കാളികളുമായി. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ അത് അടയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ സിറ്റിക്ക് മുകളിലാണ് എന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായി ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി ഇവിടെ അമേരിക്കയുടെ പടക്കപ്പലുകളെ മുക്കിക്കളയാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞത് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. ഇത്രമാത്രം വലിയ യുദ്ധസന്നാഹങ്ങളും ഒക്കെ ഒരുക്കി ഇറാനെ ഭീഷണിപ്പെടുത്തിയിട്ടും ഇറാൻ ഭയക്കുന്നില്ല. അങ്ങനെ ഭയക്കാതെ ഇറാൻ ഇങ്ങനെ ധൈര്യപൂർവ്വം നിൽക്കുമ്പോൾ ട്രംപിന് ചെറിയ വിറയൽ അനുഭവപ്പെടുന്നുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫിന് ചെറിയ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അമേരിക്കക്ക് മൊത്തത്തിൽ ഇത് വേണ്ടായിരുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇറാന്റെ ചങ്കൂറ്റത്തിന് മുന്നിലാണ്, ഇറാന്റെ ധൈര്യത്തിന് മുന്നിലാണ്. എന്നാൽ ഇത്തരമൊരു ധൈര്യം ഇറാൻ ഉണ്ടാവണമെങ്കിൽ, ഇവിടെ ആയത്തുള്ള അലി ഖംനായിക്ക് ഉണ്ടാവണമെങ്കിൽ അതിന് മാത്രം എന്തെങ്കിലും അവരുടെ കയ്യിൽ ഉണ്ടാകേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നത്. അതായത് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ അത് മെല്ലെ ഇറാനെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞു വന്ന് അടയിരിക്കുന്നത് ഇവിടെ ഇറാന്റെ മിസൈൽ സിറ്റിക്ക് മുകളിലാണ്. ഈ മിസൈൽ സിറ്റി എപ്പോൾ പ്രവർത്തിക്കണം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആയത്തുള്ള അലി ഖംനായിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ റിമോട്ട് കൺട്രോൾ അത് വളരെ ഭദ്രമാണ്. അമേരിക്ക അനങ്ങിയാൽ
അമേരിക്കക്കെതിരെ കംനായുടെ ആക്ഷൻ ഉണ്ടാകും എന്നുള്ള ഒരു ഭയം ട്രംപിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഏതായാലും ട്രംപ് ഇനിയും ഈ വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാതെ വന്ന വഴിക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനാകുന്നത്.